ഹായ് ഫ്രണ്ട്സ് ഒരിട്ട് പോവാം. ഞാൻ ജങ്കൊക്കെ വീട്ടിൽ വന്നു കിടാൻ കഴിയുമ്പോൾ മാല ഉണ്ടായിരുന്നു. അത് ഹീറോയിൻ്റെ മാലയായിരുന്നു. കിടാൻ്റെ മേഘം നോക്കി കിടാവ് കയറിയാൻ തുടങ്ങി. അത് കെട്ടി പിടിച്ച് ജങ്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഹീറോയിൻ വീട്ടിൽ നോക്കുമ്പോൾ മാലകളില്ല. അയ്യോ എൻ്റെ മാല കാണില്ല. സോക്കെ അവിടെ പോയി എന്താ ചെയ്യാം, കാണാതെ ചെയ്തെറിഞ്ഞ പാറ. ജങ്കൊക്കെ മനസ്സിലായത് ഹീറോയിന് മാല. കുട്ടിയാടൊക്കെ നോക്കി കൂട്ടിക്കയറി ആ മാല കണ്ടില്ല. ഹീറോക്ക് വേറെ വഴിയില്ല. ജങ്കൊക്ക് എന്ത് ചെയ്യണം. അപ്പോൾ ജങ്കൊക്ക് മാരേജ് കഴിക്കുന്നത് ജങ്കൊക്കിൻ്റെ അതെ ഗേൾ ഫിയാൻസി വന്നു വീട്ടിൽ വന്ന് അവൾക്ക് മാരേജ് കഴിക്കാൻ. അതെ അവൾക്കും മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല. അവൾക്ക് ജങ്കൊക്കിനെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അവൾക്ക് അവളെ ഫ്യൂച്ചർ ഹസ്ബൻഡ് അവൾ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് അതേമാതിരി ജങ്കൊക്കും ഇല്ല. അതുകൊണ്ട് അവൾക്ക് സാഡായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെടി മാറിയില്ലല്ലോ എന്നാൽ ആ പെണ്ണ് സാഡായിരുന്നു. അതെ അവളെ പേര് മിയ സാഡായിരുന്നു. അവളെ ഡാഡി മമ്മി ഫോഴ്സ് ചെയ്തായിരുന്നു മാരേജ് കഴിക്കണമെന്ന് പറഞ്ഞു. അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ ചെയ്യുക ഏത് ചെയ്യാമെന്ന് വിഷമത്തിനുണ്ടായിരുന്നു. അതെ അവളും പഠിക്കുന്നത് കോളേജ് പഠിക്കുകയാണ്. 3rd year ആണ് പഠിക്കുന്നത്. അതെ ഹീറോയി പഠിക്കുന്ന അതേ കോളേജിലാണ് അവൾ പഠിക്കുന്നത്. അങ്ങനെ ഇങ്ങനെയായിട്ട് അവൾ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിൻ്റെ ചേട്ടനോ കോളേജിലേക്ക് വന്നു. എല്ലാ ഗേൾസ് സൈറ്റ് അടിക്കായിരുന്നു. അവൾ പറയായിരുന്നു എനിക്ക് മാരേജ് ഇഷ്ടമല്ലടി, എൻ്റെ ഐഡൽ ടൈപ്പ് ഒന്നുമല്ല എന്ന് അവൾ പറഞ്ഞ് സാഡായിരുന്നു. അതിന് വലിയ സീനിയറാണ്. എല്ലാ ഗേൾസിനും ഇത് ചെയ്തായിരുന്നു. അപ്പോൾ ഒരു ബോയ് കോളേജിനകത്ത് വന്നു. എന്നിട്ട് ആ കുട്ടി അതെ കോളേജിൽ നിന്ന് വരുമ്പോൾ അവൾ എവിടെ ഇരുന്നുകൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റൈലായിട്ട് നടന്നുകൊണ്ട് വരുന്നു. അപ്പോൾ ഹീറോയിൻ ഫുഡ് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അങ്ങനെ എല്ലാവരും ഗേൾസ് ഔട്ട് ബോയ്സ് ഔട്ട് അവൾ നോക്കുകയായിരുന്നു. ഹീറോയുടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഓർഡർ ചെയ്യാനെന്ന് പോയായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ പേര് വിളിച്ചു. എല്ലാ ഗേൾസ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഹീറോയിൻ്റെ ചേട്ടനാണ്. എല്ലാ ഗേൾസ് സൈറ്റ് അടിക്കും. വാവ് എവിടെ അങ്ങനെ ഹാൻസമായിട്ട്. ഇത് മിയ നോക്കി. മിയക്ക് ഫസ്റ്റ് ലെവായി. മിയക്ക് കണ്ണെടുക്കാതായിരുന്നു. മിയ നോക്കുമായിരുന്നു. മച്ചി കാണാൻ സുന്ദരനാണല്ലോടി, ഹാൻസമായിട്ടുണ്ടല്ലേ. അതെ എന്ന് പറഞ്ഞു. അങ്ങനെ മിയ കണ്ണെടുക്കാതെ നോക്കുമായിരുന്നു. മിയ വെച്ച് കണ്ണെടുക്കാതെ നോക്കുമായിരുന്നു. അങ്ങനെ മിയ നോക്കുമായിരുന്നു. അപ്പോൾ ഒരു ഗേളിൻ്റെ അടുത്ത് വന്നു. ഹീറോയിൻ്റെ അടുത്ത് വന്നിരുന്നത് അത് ഹീറോയാണ്. ഹീറോയിൻ്റെ തലയിൽ കുട്ടി ഇതാ ടിഫിൻ ടൈം ചേട്ടാന്ന് തല ഇങ്ങനെ സ്മൈൽ ചെയ്തിരുന്ന് സംസാരിക്കുമായിരുന്നു. അങ്ങനെ മിയക്ക് കുറച്ച് ജലസാകാൻ തുടങ്ങി. ആരോടി അങ്ങനെ മിയാൻ്റെ ഗേൾ ഫ്രണ്ട്സ് എല്ലാം പറയും മച്ചാ നിനക്ക് ഫിയാൻസി ആയിട്ടില്ല ഓക്കേടി ഇവനെ ഞാൻ സെറ്റ് അടിച്ചോളാം എന്ന് പറഞ്ഞു. ഒരു ഗേൾ പറഞ്ഞു ഞാനും വിട്ട് പ്രപ്പോസ് ചെയ്യാം. അതായത് മിയ പറഞ്ഞു അവനൊന്ന് പറയണം, എനിക്ക് അവനെ ഇഷ്ടമല്ല. അത് മാത്രമല്ല എൻ്റെ ഐഡൽ ടൈപ്പ് മാതിരിയുണ്ട്. വോയിസ് എല്ലാം നല്ല സൂപ്പറായിട്ട്. ഇയാൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് ആരാന്ന് കണ്ടുപിടിക്കണം അങ്ങനെയായിട്ട് അവൾ പറഞ്ഞായിരുന്നു. അവൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് ഫോളോ ചെയ്യുന്നത്. അതെ അങ്ങനെ രണ്ടുപേരും പോകുന്നത് ഫോളോ ചെയ്തു. ഓക്കെ അങ്ങനെ ഒരു ദിവസം ഫോളോ ചെയ്തായിരുന്നു. അങ്ങനെ കോളേജ് അത് ലീവ് പ്രിൻസിപ്പളോട് പറഞ്ഞു എനിക്ക് വയ്യാന്ന്. പ്രിൻസിപ്പൾ ശരി ഓക്കെ എന്ന് അങ്ങനെ ഫോണിൽ സംസാരിച്ചായിരുന്നു. ഇങ്ങനെ പ്രിൻസിപ്പളോട് പറഞ്ഞായിരുന്നു. പ്രിൻസിപ്പളോട് പറഞ്ഞായിരുന്നു. ഓക്കെ എന്ന് പ്രിൻസിപ്പൾ സമ്മതിച്ചായിരുന്നു. അതിനായിട്ട് ഫോണിൽ സംസാരിച്ചായിരുന്നു. രക്ഷപ്പെട്ടു പോയില്ല ഇപ്പോൾ പോകുന്നത്. അങ്ങനെ മിയ സ്കൂട്ടർ എടുത്ത് ഫോളോ ചെയ്ത് തുടങ്ങി. ഞാൻ ഫോളോ ചെയ്ത് ഭാഗം നോക്കുമ്പോൾ ഒരു കാഫെ അതായത് ഹോട്ടൽ മതി. അത് മാത്രമല്ല അവിടെ വീട് മാതിരിയുണ്ട്. ഹോട്ടലടുത്തുള്ളത് ഒരു കുട്ടി റെസ്റ്റോറാണ്. അങ്ങനെ അവിടെ ഫുഡ് കഴിക്കാൻ പറ്റും. ഐസ്ക്രീമുണ്ട് ഹോട്ടലിൽ. അതെ അകത്ത് വന്ന് നോക്കുമ്പോൾ അവൻ്റെ ഫോട്ടോ അവളെ കൂടെ ഒരു പെണ്ണ് ഫോട്ടോ ഉണ്ട്. മിയ വന്നിട്ട് സ്കിമ്മി സർ എന്ത് വേണം എന്ന് അർജുൻ ചോദിച്ചു. മിയ പറഞ്ഞു അവിടെ എന്തുണ്ട് നോക്കൂ എന്നെ ഒരു കാർഡ് കൊടുത്തു ഇതിൽ എന്ത് വേണം മിയ നോക്കി. വാവ് അങ്ങനെയായിട്ട് ഫുഡ് എന്ത് വേണം ഫുഡ് എന്ന് ചോദിച്ചായിരുന്നു. ഫുഡ് അങ്ങനെ ഫാമിലി ഫോട്ടോസ് ഉണ്ടായിരുന്നു. അങ്ങനെ മനസ്സിലായി ഒരു വല്ല അനിയത്തിയാണോ അങ്ങനെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഫുഡ് നന്നായിട്ട് കഴിച്ചു. അതിനായിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റായിരുന്നു. അതിനായിട്ട് ഫ്രണ്ട് ഇതിനായിട്ട് ഹീറോയിനെ ഫോളോ ചെയ്ത് അങ്ങനെ ഹീറോയിനോട് കേട്ടു സീനിയർ ഗേൾസ് ചോദിച്ചു അല്ല ഇന്നലെ വന്ന് ഫുഡ് തന്നെ ആരാ അത് എന്ന് ചോദിച്ചായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ പറഞ്ഞു സീനിയർ അത് നടന്ന കാര്യം പറഞ്ഞു. അതെൻ്റെ ചേച്ചിയാണ് അതെൻ്റെ ചേട്ടനാണ് പറഞ്ഞായിരുന്നു. അതിനോട് അവർക്ക് മനസ്സിലായി. ചേട്ടൻ പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. അങ്ങനെയായിട്ട് പറഞ്ഞു. മിയാനോട് പറഞ്ഞു. മിയൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ ഹീറോയിനെക്കൂടെ ഒരു ക്ലോസ് ആയി ഒരു ഫ്രണ്ട് മതിയായി. നിനക്ക് എന്ത് പ്രശ്നമാണ് എന്നോട് പറയണോ എന്നാൽ മിയ പറയായിരുന്നു. മിയ ബിസിനസ് മാൻ. അത് മാത്രമല്ല കോളേജ് മിയൻ്റെതാണ്. മിയ പറഞ്ഞായിരുന്നു ഫീസ് ഒന്നും വേങ്ങണ്ട അങ്ങനെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. മിയക്ക് ഒന്നും ചെയ്യാതെ മിയക്ക് ഭയങ്കര ഹീറോയിൻ്റെ ചേട്ടന് ലവ് ചെയ്തത്. അതേ ഒരു ദിവസം മിയ ഇങ്ങനെ സൈറ്റ് അടിക്കുന്നത് കോഫി ഷോപ്പിൽ വന്നിട്ട് അവിടെ സൈറ്റ് അടിക്കുന്നത്. അതെ ഹോട്ടലിലാണ് സൈറ്റ് അടിക്കുന്നത്. ചേച്ചി എന്താ ചേച്ചി ഇവിടെ സൈറ്റ് അടിക്കുക
അതെ എനിക്കൊരുപാട് ഇഷ്ടമാണ്. അതെ മിയ ചേച്ചി ഒരു സാഡായിരുന്നു. ഞാൻ ആഗ്രഹിച്ചത് നടക്കില്ലെന്ന് സാഡായിട്ട് മിയ ചേച്ചി എന്ത് പറ്റി? അതെ എനിക്ക് മാരേജാണ്. മാരേജ് എനിക്ക് ഫിയാൻസി ഉണ്ട്. ആരാ അത്? ഞങ്ങൾ ഷാക്കായി. അവർക്ക് മാരേജ് ആയതല്ലേ? അതെ എനിക്കിത് ചേട്ടന് ഒരുപാട് ഇഷ്ടമാണ് എന്നിട്ട് സാഡായിട്ട് പറയാൻ തുടങ്ങി. പിന്നെ ഹീറോയി പറഞ്ഞു വിഷമിക്കണ്ട മിയ ചേച്ചി വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് സമാധാനമൊക്കെ തുടങ്ങിയായിരുന്നു. എൻ്റെ ചേട്ടനോട് കുറച്ച് നാൾ ഇത് ജോലി ചെയ്യുന്നതാണ്. അത് മാത്രമല്ല എൻ്റെ ചേട്ടൻ ഫ്രീ ടൈമിലാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. എന്ത് ഫ്രീ ടൈം? അതെ എൻ്റെ ചേട്ടൻ പറഞ്ഞ ഫ്രീ ടൈമാണ് ജോബ് ചെയ്യുന്നത്. ഞാൻ ജോബ് ചെയ്യുകയാണ്, കമ്പനിയിലാണ്. ഇപ്പോൾ ജോബ് കിട്ടിയില്ല, ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടുള്ളതാണ് എന്നെ പറഞ്ഞായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ ജോബ് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് മിയക്കൊരു ഐഡിയ കിട്ടി. എൻ്റെ എൻ്റെ ഓഫീസിൽ പോകാൻ പറഞ്ഞു. മിയക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. മിയക്ക് ഒരു ഐഡിയ കിട്ടുക എൻ്റെ ഓഫീസിൽ ജോബ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. മിയ പറഞ്ഞൊക്കെ വേണ്ടി ട്രൈ ചെയ്ത് നോക്കട്ടെ ചേട്ടനെന്ന്. എന്നാൽ കുറച്ച് ഡേയ്സ് പോകുമ്പോൾ ഹീറോയ്ക്ക് ചേട്ടനിക്ക് കോൾ വന്ന് ഇന്ത്യക്ക് വരാൻ പറഞ്ഞിരുന്നു. ഹീറോയി പോകാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ മിയ പോയിട്ട് ജങ്കുക്കിനോട് വരാൻ തുടങ്ങി. ജങ്കുക്ക് എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല, ഞാൻ ഒരാളെ ലവ് ചെയ്യാണ് ജങ്കുക്കിനോട് പറഞ്ഞു. ജങ്കുക്ക് ഷോക്കായിരുന്നു. ജങ്കുക്ക് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളാണ്, കുറച്ച് നാൾ മാത്രമേ എൻഗേജ്മെൻ്റ് ആയി, പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ കണ്ടുപിടിക്കും ജങ്കുക്കിനോട് പറഞ്ഞു. ജങ്കുക്കിനോട് പറഞ്ഞു എനിക്ക് ഇന്ത്യക്ക് പോകണം. മിയൻ്റെ അച്ഛനമ്മയോട് പറഞ്ഞു. മിയൻ്റെ അച്ഛനമ്മ സമ്മതിച്ചില്ല, ഞാൻ ജങ്കുക്കിൻ്റെ കൂടെ പോകണം. അങ്ങനെ അവർ സമ്മതിച്ചു. ഓക്കെ എന്ന് പോയിക്കോ പറഞ്ഞായിരുന്നു. അങ്ങനെ ജങ്കുക്ക് മിയ ഇന്ത്യക്ക് വന്ന് വീട് നോക്കുമ്പോൾ കല്യാണം മതി നല്ല സ്റ്റൈലാക്കിയിട്ട് വെച്ചായിരുന്നു. അങ്ങനെ മിയാന ജങ്കുക്കിനെ കണ്ടു. നിങ്ങൾ ആരാന്ന് ചോദിച്ചു. മിയക്കും ലാംഗ്വേജ് അറിയാം, മിയ പഠിച്ചായിരുന്നു. മിയ പറഞ്ഞു ഞാൻ ഫ്രണ്ടാണ് എന്ന്. ഹീറോയിൻ്റെ ഫ്രണ്ടാണ്, സീനിയറാണ് പറഞ്ഞു. ഫ്രണ്ടാണ് പറഞ്ഞായിരുന്നു. നിങ്ങളകത്ത് പോകാമെന്ന് പറഞ്ഞു. രണ്ടുപേരും വീട് സാഡായിരുന്നു. എന്ത് പറ്റും അങ്ങനെ ഹീറോയി പറഞ്ഞു ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാരേജ്. ഇത് കേട്ട് ഷോക്കായിരുന്നു രണ്ടുപേർക്ക്. ജങ്കുക്കും മിയക്കും ഷോക്ക്. മാരേജാ? അതെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടില്ലേ, ഒരു അവിടുത്തെ ആൻറ്റീൻ്റെ മോളെ മാരേജ് കഴിക്കാൻ പറഞ്ഞില്ലേ?